Hi guys, welcome back to my channel. I hope you all are doing well. ഇന്നത്തെ വീഡിയോ സാരി പ്രീ പ്ലീറ്റിംഗ് എങ്ങനെ ചെയ്യാന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ കൂടെ 3 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് സാരി പ്രീ പ്ലീറ്റിംഗ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, പിന്നെ സാരി ബോക്സ് ഫോൾഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് 3 കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്, അത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ. സാരി പ്രീ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം വേണം നോക്കാം. അപ്പൊ നമുക്ക് മെഷർമെന്റ് ടേപ്പ്, പിന്നെ സാരി ക്ലിപ്പ്, ഇതുണ്ടല്ലോ ഇതൊരു ബിഗ് ക്ലിപ്പാണ് കേട്ടോ. ഇത് 2 വേണേ. പിന്നെ 3 സേഫ്റ്റി പിന്ന്, 3 സേഫ്റ്റി പിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അയൺ ബോക്സ്. അയൺ ബോക്സ് എന്ന് പറയുന്നത് സ്റ്റീം അയൺ ആണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ അയൺ ബോർഡ്, ഇത്രയാണ് വേണ്ടത്. ഇത്രയും എന്തായാലും നിങ്ങളിത് എടുത്തിരിക്കണം. എന്ന ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതെല്ലാം മുന്നിൽ കൂട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതാണ് സാരി. ഇത് പട്ട് സാരിയാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മെഷർമെന്റ് എടുക്കാം കേട്ടോ, എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കുള്ളത് സാരിയല്ലേ, എനിക്ക് പല്ലു പ്ലീറ്റിന്റെ മെഷർമെന്റ് ആണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് കേട്ടോ. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു പ്ലേറ്റ് എടുക്കുക. നമുക്ക് ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളിപ്പോ അതിൽ മെഷർമെന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് നമ്മളെ ഉടുത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മെഷർമെന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ ഓൺ ഇതിനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ ലെങ്ത് ഇത്രയുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇവിടെ ഈ ഷോൾഡറിന്റെ ഇവിടെ ഒരു പിന്ന് കുത്താം. അപ്പൊ നമുക്ക് അറിയാം അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടാണ് നമുക്ക് സാരിയുടെ ലെങ്ത് ഉള്ളതെന്ന്. ഓക്കെ, ഞാൻ ഫസ്റ്റില് പിന്നെ കുത്തിയത് ഷോൾഡറിന്റെ അവിടെയാണ്. ഇതിലൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം. അപ്പൊ അതിനനുസരിച്ച് വെച്ചിട്ട് കണ്ടില്ലേ, ഞാൻ ഇവിടെ എത്ര വെച്ചിട്ടുണ്ട്. എന്റെ അളവിനനുസരിച്ച് എല്ലാവർക്കും ഡിഫറെന്റ് ഹൈറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന് ആവശ്യത്തിന് വെക്കുക. അതിനുശേഷം ഇവിടെ എവിടെയാണ് ഷോൾഡറിന്റെ അവിടെ ഫസ്റ്റ് പിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്പർ 1. ഇനി അടുത്ത മെഷർമെന്റ് എന്ന് പറയുന്നത് നോക്കുള്ളൂ, നമ്മളിത് മുന്താനി നമ്മുടെ പ്ലീറ്റ്സ് അങ്ങോട്ട് വെച്ചല്ലോ. എന്ന ശേഷം ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലോ സെന്റർ പ്ലീറ്റ്സിന്റെ അവിടെ, ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ അടുത്ത് ഈ ഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ അവിടെ നിന്ന് ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക കേട്ടോ. നിൽക്കുമ്പോൾ നമ്മളെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈയിന്റെ ഫിംഗേഴ്സിന്റെ എൻഡ് എവിടെ വരുന്ന അവിടെ ഒരു പിൻ വെക്കുക കേട്ടോ. അതെ, വലിച്ചെടുക്കണം, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവിടെ വരുന്നു, ഇവിടെ ഒരു പിൻ വിടുന്നത്. ഓക്കെ, ഇവിടെ ഒരു സെക്കൻഡ് പിൻ ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, സാരി ഉടുക്കുമ്പോ അല്ലേ, സാരി ഉടുക്കുമ്പോ ആദ്യം ഇവിടെ കുത്തും അല്ലേ. ശേഷം നമ്മുടെ റൈറ്റ് സൈഡ് ഒരു റൗണ്ട് അടിക്കും അല്ലേ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സെന്റർ നമ്മുടെ ബെല്ലി ഉണ്ടല്ലോ, സെന്റർ ഭാഗത്തായിരിക്കണേ. ഇവിടെ ഒരു പിൻ കുത്തും. ഇവിടെ കറക്റ്റ് നമ്മുടെ ബെല്ലിന്റെ ഇവിടെ വെച്ച് നമ്മൾ സെന്ററില് ഇവിടെ ഒരു പിൻ കുത്തും. ഇനി നമുക്കത് ഞാനതില് 3 മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയാണ് നമുക്ക് എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടതെന്ന് നോക്കേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മുന്താണി, നമ്മുടെ പല്ലു ഉണ്ടല്ലോ, പല്ലുവിന്റെ അവിടെ മുന്താണിന്റെ എവിടെയാണ് ഞാൻ ഇനി ഫസ്റ്റ് പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴേക്കുള്ളൂ ഇത് സാരി. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാരി ഉണ്ടല്ലോ എപ്പോഴും മടക്കിയിട്ടൊക്കെ ആയിരിക്കില്ല ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അയൺ പ്രീ പ്ലീറ്റ് ചെയ്യാൻ മുമ്പ് ഫുൾ സാരി നല്ലപോലെ അയൺ ചെയ്തിരിക്കണം കേട്ടോ. ഇങ്ങനെ മടക്കുകളൊന്നും പാടില്ല. ഫോൾഡിംഗ് ഒക്കെ വെച്ച് പറഞ്ഞാൽ അതിന്റെ ഒരു അടയാളം ഉണ്ടാവുമല്ലോ, അതെല്ലാം എല്ലാം കളയുന്ന നല്ല അയൺ ബോക്സ് ഒക്കെ നല്ല ചൂട് വെച്ച് വേണം നല്ലപോലെ എല്ലാം അയൺ ചെയ്ത് അതിന്റെ ഫോൾഡിംഗ് എല്ലാം മാറ്റണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് നമ്മുടെ മുന്താണി എന്താണ് നമ്മുടെ പല്ലു പ്ലീറ്റ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ നോക്കിക്കോളൂ. ഇത് എന്റെ സാരിയുടെ മെയിൻ ഭാഗമാണ്. അപ്പൊ ഞാൻ അടിഭാഗമാണ് ഇപ്പൊ വെക്കാൻ പോകുന്നത്. തിരിച്ചു വെക്കണേ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ ബോർഡർ ഉണ്ടല്ലോ, അപ്പൊ ബോർഡർ അതിന്റെ നോക്കിക്കോളൂ. നമുക്ക് ഇത് എത്ര വേണം, അപ്പൊ സാരി എടുക്കുമ്പോൾ ഈ സൈഡ് വരുമല്ലോ, അത് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒന്ന് മെഷർമെന്റ് ചെയ്യാം. ജസ്റ്റ് 4 ഇഞ്ച് കേട്ടോ, അത് ഓക്കെ ആയിരിക്കും. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് 4 ഇഞ്ച് കേട്ടോ.
ജസ്റ്റ് ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ നല്ല വെള്ളം തേച്ച് കൊടുക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എല്ലാം പ്രത്യേകിച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, ഈവണായിട്ട്. അത് പിന്നെ നമ്മൾ പ്രസ് ചെയ്താൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഒരു ഗൈഡ് ലൈൻ ആണ് മേക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫോൾഡ് ചെയ്തിട്ട് ശേഷം കഴിക്കാൻ ഇവിടെ again fold ചെയ്യുക. ഇനി ഒന്നും കൂടി മടക്കാട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതങ്ങനെ നൂർത്താട്ടോ. ഇനി നമുക്കിത് തിരിച്ചിടാം. നമ്മുടെ മെയിൻ ഭാഗത്താക്കിയിട്ടിടാം. കണ്ടില്ലേ എത്ര ഫോൾഡ് വന്നു. ഇത് നമുക്കൊരു ഗൈഡ് ലൈൻ ആണ് കേട്ടോ. പിന്നെ നമുക്കിതിനെ ചെയ്യേണ്ടത് നോക്കുള്ളൂ. ഞാൻ ഇതിന്റെ പ്ലീറ്റ്സ് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക. അതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ എൽബോ ഉണ്ടല്ലോ, എൽബോന്റെ അവിടെ വരുന്നവരുടെ ഒരു പിന്ന് കുത്താട്ടോ. ഇവിടെ ഒരു പിന്ന് കുത്തുന്ന. ഇനി ഇവിടെ നിന്ന് ക്ലിപ്പ് എടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ പിന്ന് കുത്തിയല്ലോ അവിടെ ഇവിടെ ക്ലിപ്പ് കുത്തിയിട്ടുണ്ട്. പിന്നെ അഗെയിൻ ഞാൻ ഇതെടുത്തു, സെക്കൻഡ് പിന്ന് ഇവിടെ കുത്തുന്നുണ്ട്. അതേപോലെ സെയിം കൈ അളവിൽ വെച്ചിട്ട് നമ്മുടെ എൽബോന്റെ അവിടെ വെച്ചിട്ട് ആ അളവിൽ ഇവിടെ ഒരു പിന്ന് കുത്തുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുള്ളൂ. അതേപോലെ നമ്മുടെ കൈ അളവിലെടുത്തു, എൽബോന്റെ ഇതുവരെ, എന്നിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോ 3 പിന്ന് കുത്തിയിട്ടുണ്ട്. അത് എവിടെ എത്തി അറിയോ? ആദ്യം ഞാൻ ഇവിടെ പിന്ന് കുത്തിയത് ഓർമ്മയുണ്ടോ? മുന്താണിയുടെ നമ്മുടെ പല്ലുവിന്റെ അവിടെ, ഷോൾഡറിന്റെ അവിടെ അളവെടുത്തിട്ട് പിന്ന് കുത്തി. അത് അവിടെ എത്തി, കണ്ടില്ലേ? ഇതാ ഇതിന്റെ അളവ് ഇവിടെ എത്തി. അപ്പൊ അതവിടെ നിന്ന് തൊട്ട് 3 പിന്ന് കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മുന്താണി റെഡിയായി. പെർഫെക്റ്റ്. പിന്നെ ചെയ്യേണ്ടത് അങ്ങനെ പല്ലു പ്ലീറ്റ്സ് ഉണ്ട്, മുന്താണി അയൺ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ചെസ്റ്റ് പ്ലീറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ വരുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ വരുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അതാണ് എടുക്കാൻ പോകുന്നത്. നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിനുണ്ടല്ലോ ഒരു എ ഷേപ്പില് ആക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് അയൺ ചെയ്യാം. അടുത്തത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. നമ്മൾ ആൾറെഡി മെഷർമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇത് നോക്കിയേ, ഇത് 2 പിന്ന് കണ്ടില്ലേ? നമ്മളല്ലേ ഇതാണ്ടാവും. ഇവിടെ 2 പിന്നുണ്ട്. അതിന്റെ മിഡിലായിട്ടാണ് കണ്ടില്ലേ നമ്മള് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. ഓക്കെ, വേറെ ഒന്നും കൺഫ്യൂസ് വേണ്ട. ജസ്റ്റ് മിഡിൽ, ഈ 2 പിന്നിന്റെ ഇടയിലുള്ള ഭാഗമാണ് നമ്മള് ഫ്രണ്ട് പ്ലീറ്റ്സിന് വേണ്ടി എടുക്കേണ്ടത് കേട്ടോ. ഈ ഫ്രണ്ട് പ്ലീറ്റ്സിലുണ്ടല്ലോ ഒന്നിച്ച് ചേർന്ന പിൻ കുത്താതെ നോക്കുള്ളൂ. മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മേലോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പിന്ന് കുത്താൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഒരു പിന്നും കൂടി കുത്താം. കൈ കൊണ്ട് അടുത്ത ഒരു പിന്നും കൂടി കുത്തുക കേട്ടോ. അത് അടുത്ത പിന്നെ കുത്തേണ്ട സ്ഥലം കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു മെഷർമെന്റ് എടുക്കാം. എന്നിട്ട് ഇവിടെ വരുന്നത് ഇവിടെ ഒരു പിന്ന് കുത്താം കേട്ടോ.
ഫ്രണ്ട് പ്ലീറ്റ് ഞാൻ ഇവിടെ ഒരു പിൻ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 2 പിൻ കുത്തിവെച്ച പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വെച്ചിട്ട് അതേ ലെവലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നല്ലപോലെ വെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് അതേ ഇതിൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു പിന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പ്ലീസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇതിൽ 3 പിൻ ചെയ്തിട്ടുണ്ട്. 1 2 പിന്നെ പ്ലീസ് ഇവിടെ താഴെ ഇങ്ങനെ 3 പിൻ. ഇത് നമ്മള് സാരി ഉടുക്കുന്ന സമയത്ത് എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മുടെ അയനിങ് കഴിഞ്ഞു, പല്ലു പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു, ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു, ചെസ്റ്റ് പ്ലീറ്റ്സ്, ഈ 3 അവിടെ ഞാൻ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യുന്നത് സാരി ബോക്സ് ഫോൾഡിംഗ് ആണ് കേട്ടോ. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. സാരി തിരിച്ചിട്ടിരിക്കുക, അടിഭാഗമാണേ. നമ്മുടെ ശരിക്കും നമ്മള് മെയിൻ ഭാഗമല്ല, അതിന്റെ അടിഭാഗമാണ്. ഓക്കെ, അതിന് ഈ ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ, അതിന് ആ ഭാഗം ഓപ്പോസിറ്റ് എന്റെ സൈഡിലോട്ടാ ഞാൻ എല്ലാം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈക്വൽ ആയിട്ട് എടുക്കാം. കുറച്ച് ഇങ്ങനെ മടക്കുമ്പോ കുറച്ച് ഭാഗം ഇങ്ങനെ കുറച്ച് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഒരു കുറച്ച് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് കണ്ടില്ലേ, എന്താ ഇത്ര ഫോൾഡ് ചെയ്തിട്ടുണ്ടേ. എന്ന ശേഷം നല്ല ഈവൻ ആയിരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഭാഗമാണ് കേട്ടോ, അങ്ങനെ മടക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാം ഈക്വൽ ആയിരിക്കണേ. ഇത് മുന്താണി ഭാഗമാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ചെസ്റ്റ് പ്ലീറ്റ്സിന്റെ ഭാഗം കുറച്ച് ഇങ്ങോട്ട് തള്ളി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ഇവിടെ ക്ലിപ്പ് കുത്തി വെച്ചു. അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗമുണ്ട്, ഇതിന് നമുക്ക് ഇതിൽ കൂടെ നല്ല ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സൈഡ് 1 ഫോൾഡ്, അതർ സൈഡ് 2 ഫോൾഡ്. ഇതിനങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മുന്താണി ഭാഗം ഉണ്ടല്ലോ, ഇത് റൈറ്റ് സൈഡിലോട്ട് ആക്കണം കേട്ടോ. ഇത് നമുക്കിത് എക്സ്ട്രാ ഉണ്ടല്ലോ, ഇതിന് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇൻസൈഡ് പ്ലേസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ സാരി ബോക്സ് ഫോൾഡിംഗ് റെഡി. ഈ സാരി ഉണ്ടല്ലേ ബോക്സ് ഫോൾഡിംഗ് ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഈസിയാണ്, നമുക്ക് ടെൻഷൻ ഇല്ല. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ അതേപോലെ വെച്ച് ഉടുക്കുകയോ വേണ്ടു. അതുപോലെ തന്നെ സാരി ഉടുക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് ഈസിയാണ്. അറിയുന്നവർക്കും അതെ, പ്ലീറ്റ്സ് ഒന്നും എടുക്കേണ്ട, ടെൻഷൻ വേണ്ട, എടുത്ത് വെക്കുകയോ വേണ്ടു. പിന്നെ അതുപോലെ 1 വീക്കിന് ശേഷമൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബോക്സ് ഫോൾഡ് ചെയ്തിട്ട് നല്ലപോലെ പാക്ക് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ 1 വീക്ക് കഴിഞ്ഞുള്ള ഫംഗ്ഷൻ ഒക്കെയാണ് അപ്പോഴും എടുത്ത് ഉടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ടെൻഷൻ ഫ്രീ ഈസി വേ എല്ലാം ആണ് ഇങ്ങനെ സാരി ബോക്സ് ഫോൾഡിങ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫ്രീ പ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.